അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ താണ്ടേ കണ്ടാ ഒരു മീഡിയം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തന്നെ പാനിൽ നിന്ന് മാറ്റുന്നില്ലേ, ഇതിനകത്തോട്ട് നമ്മൾ താണ്ട ഈ ബാക്കി സോസല്ല ഈ മുളകിൻ്റെ ഇതിലൊക്കെ മിശ്രിതം ഇതിനകത്തോട്ട് ഇടുക. വേറെ പാനിലോട്ട് മാറ്റി ചെയ്യുന്നില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് ആ എണ്ണയിലും ആ ചിക്കനിലും തന്നെ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. ഫ്രൈ അല്ല, അത് കളർ വരും. നമ്മുടെ എരിയുടെ അനുസരിച്ചിടാം. കാശ്മീരി ചില്ലി വേണ്ടവർക്ക് അതനുസരിച്ചിടാം. അമ്മ എരി ഇഷ്ടമായതുകൊണ്ട് ഇതിനകത്തോട്ട് 5 കാന്താരിയും കൂടെ അമ്മ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം ചില്ലി, എൻ്റെ ചില്ലി ഫ്ലെക്സ് ഇല്ല, അല്ല ചില്ലിയുടെ ഇതില്ല, അതുകൊണ്ടാണ് നമ്മൾ കാന്താരി 5 ഇടുന്നത്. അത് നമ്മൾ ഇച്ചിരി ചതച്ചിടുക. ഈ പച്ചമുളകിൻ്റെ നമ്മളെ ചില്ലിയുടെ സോസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. എരി വേണ്ടവർക്ക് കാന്താരി ചതച്ചിടാം. ഞാൻ എന്താണ് കാന്താരി ചതച്ചിടുവാണ്, എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് കാന്താരി ചതച്ചത് ആദ്യം അങ്ങോട്ട് കൊടുക്കുവേ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതൊന്നും ഇടല്ലേ. കണ്ടോ, എന്നിട്ട് നമ്മളിതാ ഒന്ന് കിണ്ടുക, ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒന്നുകൂടെ കളർ വരാൻ എന്നിട്ട് ഫ്രൈക്കിടുക. ചെറുതായിട്ട് ആ കാന്താരിയും മറ്റേ ആ അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്ത് ചെറിയൊരു കളർ വരണം. കളർ വന്നതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീ കുറച്ചിട്ട് നമ്മുടെ സവാള ഇടുക കേട്ടോ. സവാള ഇതിനെ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിടാം. അത് ഇത്രയും ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമാണ്. ക്യാപ്സിക്കം ഇവിടില്ല, തീർന്നു. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിടാം. അപ്പം സവാള ഇച്ചിരി കുറവാണേ, അപ്പം അമ്മ ബാക്കിയും കൂടെ ഇടും. 2 സവാള കറക്റ്റാണ് ക്യൂബായിട്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സവാള ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അപ്പം ഇറക്കി നമ്മൾ ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ആ സോസൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ സ്പൂൺ നമ്മൾ നേരത്തെ സോയാ സോസ് ആഡ് ചെയ്തായിരുന്നു. നമ്മൾ ഈ അടപ്പിന് 1 സ്പൂൺ സോയാ സോസ് കൂടെ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളൊക്കെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. മധുരത്തിൻ്റെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് ടൊമാറ്റോ സോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ പഞ്ചസാര, ചെറിയൊരു സ്പൂൺ പഞ്ചസാര ഇടാം. ഞാൻ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ അരച്ചത്. പക്ഷേ കാശ്മീരി ചില്ലി കുറച്ചും കൂടെ വേണ്ടവർക്ക് കളറിന് വേണമെങ്കിൽ ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരി അത്രയും മതിയെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ വറുക്കാൻ നേരത്തും അല്ലാതെയൊക്കെ ഞാൻ കളർ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ കളർ വേണ്ടവർക്ക് കളർ ചേർക്കാം. അമ്മ കളർ ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് സവാളയൊക്കെ ഒന്ന് നല്ല ഇതായ ഒരുപാടൊന്നും പാടരുത്. ഒരു ചെറിയൊരു ഇതായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടമ്മേ. ഒരു ചെറിയ 2 സ്പൂണുണ്ട് കോൺഫ്ലവർ. നമ്മുടെ കട്ടിനനുസരിച്ച് നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. തോനെ കട്ടി വേണ്ടവർക്ക് തോനെ കോൺഫ്ലവർ ചേർക്കാം. തോനെയല്ല, 2 സ്പൂൺ ചേർക്കാം. കട്ടി കുറവുള്ളവർക്ക് മതി എന്നുള്ളവർക്ക് 1 സ്പൂൺ ചേർക്കാം. കോൺഫ്ലവറൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അതായത് 2 സ്പൂണിൽ കൂടുതലൊന്നും ചേർക്കരുത്. 1 സ്പൂൺ ചേർക്കുന്നവരുണ്ട് കോൺഫ്ലവർ, 1/2 സ്പൂൺ ചേർക്കുന്നവരുണ്ട്, ചിലപ്പോൾ 2 സ്പൂൺ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടം. കണ്ടോ, ഇതിനകത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം. പക്ഷേ ക്യാപ്സിക്കം ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇതെല്ലാം നമ്മൾ സവാള എല്ലാം നല്ല മിക്സായിട്ടുണ്ട്. കണ്ടോ, ഇവനൊന്ന് പിടിക്കണം. പൊടിച്ചതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. മധുരം ഒരു മീഡിയം. ഇത്രയും മധുരം, എനിക്ക് ഇത്രയും മധുരം മതി. മധുരം എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ് കേട്ടോ. ടൊമാറ്റോ സോസും സോയാ സോസുമാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ.
അപ്പോൾ സോയാ സോസ് നമ്മൾ ഒരു ടൊമാറ്റോ സോസ് നമുക്ക് അത്രയും മതി. അതെല്ലാം തോനയും വേണമെന്നുള്ളവർക്ക് തോനയും ചേർക്കാം. നമുക്കിത് മതി. അപ്പോൾ നമുക്കിതിനകത്തോട്ടിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺഫ്ലവർ കാണുമ്പോൾ 2 സ്പൂൺ കലക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കോൺഫ്ലവർ ആദ്യം നോക്കട്ടെ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവിയുടെ അനുസരിച്ച് കട്ടിയാണെങ്കിൽ നമ്മൾ കുറച്ച് മതി. ഗ്രേവിയുടെ അനുസരിച്ച് ഒരുപാട് കട്ടി വേണമെന്നുള്ളവർക്ക് കട്ടി കുറവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിക്കാം. ഉണ്ടോ? സൂപ്പറായിട്ടുണ്ട്. കളറ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കളർ ചേർക്കാത്തതുകൊണ്ടാണ്. അതാണ് നാച്ചുറൽ കളറ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫ്ലവർ ഒഴിക്കാം. കണ്ടോ? കുറച്ചും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഡ്രൈ ആയാണ് എടുക്കുന്നത്, ഒരുപാട് ഇതായിട്ടല്ല എടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യും, കളർ ആഡ് ചെയ്യും, വേണ്ടവർ ക്യാപ്സിക്കം ആഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യും. കണ്ടോ? നമ്മുടെ ചില്ലി ചിക്കൻ നോക്കെ, സൂപ്പർ ചില്ലി ചിക്കൻ. അപ്പം ഈ സൂപ്പർ ചില്ലി ചിക്കനും ചപ്പാത്തി, ചില്ലി ചിക്കനും ചപ്പാത്തി. അപ്പോൾ ഇത് രണ്ടുമാണ് അമ്മയുടെ രാവിലത്തെ ആഹാരം. അപ്പോൾ അമ്മ കഴിക്കട്ടെ? നിങ്ങളൊക്കെ കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ വന്നാൽ ചപ്പാത്തിയും ചില്ലി ചിക്കനും തരാം. അപ്പം അമ്മ കഴിക്കട്ടെ? ഹായ് മക്കളെ. അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അമ്മ 2-3 ദിവസം ലോങ് വീഡിയോ ഇട്ടില്ല, ഷോർട്ട് വീഡിയോ ഇട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പോകണമായിരുന്നു. അമ്മ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോൾ നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. അതുകൊണ്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടേ, പൊറോട്ടയും സാമ്പാറും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കെറ്റിൽ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടേ. അപ്പം കട്ടൻ ചായയും ഇപ്പം കൊണ്ടുവരും, ഗ്യാസ് ഇപ്പം കൊണ്ടുവരും. അപ്പം കട്ടൻ ചായയും പൊറോട്ടയും സാമ്പാറും. ഇപ്പം എല്ലാം രാവിലെ 6 കഴിച്ചോ? ഇന്ന് കാർത്തികയാണ്. എല്ലാവർക്കും കാർത്തികയുടെ ആശംസകൾ. എല്ലാവരും കാർത്തികവിളക്കൊക്കെ ഒരുക്കണം. നമുക്ക് ഇപ്രാവശ്യം കാർത്തികവിളക്ക് ഒരുക്കാൻ പറ്റത്തില്ല, അടുത്ത വർഷമേ പറ്റത്തുള്ളൂ. അപ്പോഴും എല്ലാവരും കാർത്തികവിളക്കൊക്കെ ഒരുക്കണം. അപ്പോഴും അമ്മ പൊറോട്ട കഴിക്കട്ടെ? നിങ്ങളെല്ലാവരും കഴിച്ചോ? കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? അപ്പോൾ ഇനി മുതൽ അമ്മയുടെ ലോങ് വീഡിയോ കാണും. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം കേട്ടോ, മറക്കല്ലേ. അപ്പോഴമ്മ കഴിക്കട്ടെ? പൊറോട്ടയും സാമ്പാറുമാണ് വാങ്ങിച്ചേ. നമുക്ക് സാമ്പാർ ഒഴിക്കാം. ഉണ്ടോ? കൊള്ളാം. കഴിക്കട്ടെ? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? അമ്മ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അമ്മ നാട്ടിൽ ഗ്യാസ് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പം അമ്മ അരി അടപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അരി അടപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അരി വേവണം. അപ്പം അമ്മ ഇച്ചിരി ചമ്മന്തി അരച്ചേ ഉണ്ടോ, ഇച്ചിരി ചമ്മന്തി അരച്ച്, പിന്നെ മോരിരിപ്പുണ്ട്, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്, പിന്നെ നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കിയത്, അത് അമ്മ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട്. അപ്പം നമുക്കത് പൊരിക്കാനിടാം. പാൻ വെച്ച് ചൂടായേ. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ? ചിക്കൻ പൊരിച്ചതും ചമ്മന്തിയും മോരും അച്ചാറും സൂപ്പറാണ്. കണ്ടോ? ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക. നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? ഊണുണ്ടാക്കിയോ എല്ലാവരും? പിന്നെ വൈകുന്നേരം അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അവിടുന്ന് പൊങ്കാലയുണ്ട്. അപ്പോൾ പോയിട്ട് അമ്മ അവിടുത്തെ പൊങ്കാലയെല്ലാം കാണിച്ചല്ലാതെ. നമുക്ക് പൊങ്കാലയില്ല, നമ്മൾ പൊങ്കാല ഇടുന്നില്ല. എൻ്റെ അമ്മ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പം അമ്മ അവിടെ പോയിട്ട് അവിടുത്തെ പൊങ്കാല കണ്ട ചിക്കൻ്റെ പീസെല്ലാം അമ്മ ഇട്ടു. നമുക്കിത് വറുത്തെടുക്കാം. ഒരു വശം പൊരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വശം കൊണ്ട് ഇതാക്കി കണ്ട. അപ്പോൾ ഇത് ഒരു വശം പൊരിഞ്ഞിട്ടേ അമ്മ കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ പുറത്തുനിന്ന് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്.
എല്ലാവരും ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചോ? നമ്മൾ ചോറ് കഴിക്കാൻ താമസിച്ചു ചോറിട്ട് നമുക്ക് ചോറിടാം. നമ്മളാ ചോറിടുകയാണ്. ചൂട് ചോറ് കണ്ട, ചൂട് ചോറ്. പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടോ, നരച്ച ചമ്മന്തി, ചിക്കൻ വറുത്തത്, പിന്നെ പുളിശ്ശേരി ഉണ്ട്, കുറച്ച് പുളിശ്ശേരി. ചോറ്, ചമ്മന്തി, ചിക്കൻ വറുത്തത്, പുളിശ്ശേരി, ഇനി അച്ചാറുണ്ട്. അപ്പം അമ്മ ചോറ് കഴിക്കട്ടെ? നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? അമ്മ ചോറ് കഴിക്കട്ടെ? അപ്പോഴേ മക്കളെ അമ്മ തന്നെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പൊങ്കാലയാട്ടോ, കാർത്തിക പൊങ്കൽ. അപ്പോൾ അമ്മ അവിടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് തൊഴുത് കണ്ട്. ഇതാണ് അമ്മയുടെ ക്ഷേത്രം. തൊഴുത് വന്നിട്ട് അമ്മ ഇവിടെ പൊങ്കാലയൊക്കെ അമ്മയ്ക്ക് പൊങ്കാലയായിരുന്നു. അമ്മയുടെ അമ്മ പൊങ്കാലയൊക്കെ ഇട്ട് ഇപ്പോഴേ ഇവിടെ പ്രസാദമൊക്കെ വെച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വീട്ടിൽ കാണിച്ചു തരാം. അപ്പോഴേ മക്കളെ അമ്മ അമ്പലത്തിൽ പോയി നമ്മളെ പൂജയൊക്കെ കണ്ട് തൊഴുതിട്ടൊക്കെ വീട്ടിൽ വന്ന്. അപ്പോൾ അമ്പലത്തിൽ നമ്മൾ പ്രസാദം കഴിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല ഇട്ടായിരുന്നേ. അപ്പോൾ അതാ പൊങ്കാല പായസം. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കടല പായസം, ഉണ്ണിയപ്പം, പിന്നെ ഇത് അമ്മ പുഴുക്കുണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതെല്ലാം കഴിക്കണം. അപ്പം നിങ്ങൾ കാർത്തികമായിട്ട് രാവിലെ അല്ല വൈകിട്ടാവും രാവിലെയൊക്കെ അമ്പലത്തിലൊക്കെ പോയോ? പായസമൊക്കെ ഉണ്ടാക്കിയോ? അപ്പം അമ്മയുടെ ഈ പ്രസാദമൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ മക്കളും അങ്ങോട്ടും അമ്മ ചിലപ്പോഴേ ഊണ് കഴിക്കത്തുള്ളൂ, ഈ പ്രസാദമേ കഴിക്കത്തുള്ളൂ. ഒത്തിരി പ്രസാദം കഴിക്കുന്നു. ഇപ്പോൾ പ്രസാദം പുഴുക്കെല്ലാം കഴിക്കുമ്പോൾ വയറ് നിറയും. അപ്പോഴേ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഗ്യാസില്ലാത്തവരൊന്നും ഫുഡ് വലുതായിട്ട് ഉണ്ടാക്കാതെ കാണിക്കാമായിരുന്നു. നാളെ അമ്മ എല്ലാം ഉണ്ടാക്കുന്ന കാണിക്കാം. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ മക്കൾക്കും ടാറ്റാ.